പ്രൈസ്തലോ യോഹന്നാൻ 13 സ്വർഗത്തിൽ നിറങ്ങി വന്നവനായ സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ ഒരു മനുഷ്യൻ പോലും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. സ്വർഗത്തിൽ ഇരിക്കുന്നവനും യേശുവാണെന്ന് പറയും. ആരോടാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോദമസിനോടാണ് പറയുന്നത്. നിക്കോദമസിനോട് കർത്താവായ യേശുക്രിസ്തു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. നിക്കോദമസ് വെച്ച് എങ്ങനെയാണ് വീണ്ടും പുതിയതായി ജനിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിന്ന് വന്നവനായ മനുഷ്യപുത്രന് മാത്രമേ അവൻ സ്വർഗത്തിൽ കയറിയിട്ടുള്ളെന്നും സ്വർഗത്തിൽ കയറണമെങ്കിൽ പുതിയതായി ജനിക്കണമെന്നും കർത്താവായ യേശുക്രിസ്തു പറയാം. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനാണ് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത്? അതിൻ്റെ 14-15 വചനത്തിൽ പറയുകയാണ്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ട. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവസാന നാളിൽ അവൻ നിന്നെ ഉയർപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക്, യേശുവിലായിത്തീർന്ന വ്യക്തിക്ക് അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. സ്വർഗത്തിൽ അവൻ ആരാധനയുണ്ട്. സ്വർഗത്തിലുള്ളത് ആ സ്വർഗീയമായ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ മനസ്സിലാകുമെന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുകയാണ്. അപ്പം മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് തെളിയിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സ്വർഗത്തിലുള്ള ആരാധനയെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ ആരാധന സ്വർഗീയ ആരാധനയാണ്. അവിടെ പരിശുദ്ധൻ 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 എന്ന് 24 മൂപ്പന്മാർ ആരാധിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ആ ദൈവത്തേക്കുള്ള ആരാധനയാണെന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ലെങ്കിൽ, സ്വർഗത്തിലുള്ളത് ആർക്കും അറിയത്തില്ലെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ആ സ്വർഗത്തിലുള്ളത് അറിയുവാനായിട്ടുള്ളൂ. ആ യേശുവിന് മാത്രമേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്വർഗത്തിൽ പോയവന് മാത്രമേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് ആ സ്വർഗീയമായ കർത്താവിൽ ആയിരിക്കുന്നവന് യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ അത്ഭുതം ചെയ്യാമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. വേൾഡ് ലൈറ്റ് മിഷൻ, ഈ മിഷനിൽ ഈ വചനം വിളമ്പുവാൻ എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവാനുഗ്രഹിക്കട്ടെ.